ഇത് പൊങ്കാനൂർ പശുവാണ്. ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പശുക്കളെന്ന് പറയുന്നത് പൊങ്കാനൂരാണ്. ഇത് ആന്ധ്രയിലെ ചിറ്റൂർ ജില്ലയിലാണ് ഇതിൻ്റെ ജന്മസ്ഥലം. ഇത് വംശനാശം വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇത് തിരുപ്പതി ടെമ്പിൾ ഇതിൻ്റെ പാലാണ് വർഷങ്ങളായിട്ട് നിവേദിക്കാനെടുക്കുന്നത്. അപ്പം ഇന്ത്യയിലെ മരുഭൂമിക്ക് തത്തുല്യമായിട്ടുള്ള ചൂടുള്ള ഒരു സ്ഥലമാണ് ഈ ആന്ധ്ര, ഈ ചിറ്റൂർ ജില്ല. അപ്പോൾ അവിടെ ജീവിക്കുന്നതുകൊണ്ട് ഇതിന് രോഗപ്രതിരോധ ശക്തി വളരെ കൂടുതലുമാണ്. പൊങ്കാനൂരിൽ തന്നെ 6-7 വെറൈറ്റി പൊങ്കാനൂരിൽ മാത്രമുണ്ട്. പൊങ്കാനൂരിൻ്റെ ഒരു ബുള്ളാണ് ഇനി കിടക്കുന്നത്. എന്നിട്ട് കണ്ടോ, ഇവിടെ നിൽക്കുക. ഇവന് 18 മാസം പ്രായമുണ്ട്. ഗീർ, സഹിവാൾ, റെഡ് സിന്ധി, ഹള്ളിഗർ, പൊങ്കാനൂർ, അങ്ങനെ ഒറ്റ നോട്ടത്തിൽ തന്നെ വേറിട്ട് നിൽക്കുന്നതെന്ന് വ്യക്തമാക്കുന്ന കാലികളുടെ കൂട്ടം തന്നെയുണ്ട്. പിരിയൻ കൊമ്പുകൾ, വലിയ ശരീരം. ബാഹുബലി സിനിമയിൽ കണ്ട അതേ ഇനം തന്നെയാണ് കാങ്കറേജ്. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ കാളയെന്ന് തോന്നും, പക്ഷേ പശുവാണ്. പുല്ലാട് കുറവൻകുഴിയിലെ ഈ സംരക്ഷണ കേന്ദ്രം ഉള്ളടക്കം കൊണ്ട് ഒരു കാഴ്ച ബംഗ്ലാവ് തന്നെയാണ്. മൃതാര ഗോശാല എന്ന് പറയുന്നത് ബ്രീഡ് പ്രൊട്ടക്ഷൻ സെൻ്ററാണ്. നാടൻ പശു സംരക്ഷണ കേന്ദ്രമാണ്. ഇത്രയധികം നാടൻ പശുക്കളെ സംരക്ഷിക്കുന്ന ഒരു കേന്ദ്രം നമ്മുടെ കേരളത്തിൽ ഇല്ല. വലിയൊരു തോട്ടുണ്ട് ഇതിൻ്റെ പുറകിൽ. നമ്മൾ അനുഭവിച്ച ആ സുഖങ്ങളൊക്കെ അടുത്ത തലമുറയ്ക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് കുറച്ചെങ്കിലും നമുക്കൊന്ന് കൈമാറുക എന്നുള്ളൊരു വലിയ ദൗത്യം ഏറ്റെടുക്കുമ്പോൾ പശു അധിഷ്ഠിത കൃഷി സമ്പ്രദായ ജീവിത ശൈലിയിലേക്ക് അടുത്ത തലമുറയെ കൈപിടിച്ചുയർത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ഒരു പക്ഷെങ്കിൽ ഇതൊരു യൂണിക് പ്രൊജക്റ്റായിട്ട് തന്നെയാണ് ഞാനിതിനെ കാണുന്നത്. 600ഓളം കാലികളുള്ള ഫാം നവീകരണ ദിശയിലാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ഇനിയുള്ള സ്വപ്നം. പിന്നെ മിൽക്ക് കൂടാതെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന അതിൻ്റെ അതർ പ്രൊഡക്ട്സ്, പനീർ, ഓർഗാനിക്, പിന്നെ കേർഡ്, പിന്നെ മറ്റേ മോര്, അങ്ങനത്തെ പ്രൊഡക്ട്സൊക്കെ കൂടുതലും മാർക്കറ്റിലേക്ക് കൊണ്ടുവരാണ്. പ്യൂർലി ഓർഗാനിക്. കേന്ദ്ര സർക്കാർ പദ്ധതി ഇൻഡിജീനസ് ബ്രീഡ് മൾട്ടിപ്ലിക്കേഷൻ പ്രോഗ്രാമിലേക്ക് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട രാജ്യത്തെ 12 കർഷകരിൽ ഒരാളാണ് അജയ്കുമാർ വല്ലുവഴുത്തിൽ. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. നമ്മളൊരു കൗതുക കാഴ്ചയായിട്ട് കണ്ടെങ്കിലും അതിന് പിന്നിലുള്ള ആശയം വളരെ വലുതാണ്. പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന പല വംശങ്ങളെ സംരക്ഷിച്ചു നിർത്താനുള്ള ഒരു ശ്രമം കൂടിയാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ അഭിലാൽ പറയും. അഭിലാൽ, കാണാൻ കൗതുകരമായ കാഴ്ചയാണ്. ഇങ്ങനെ സ്കൂളിൽ നിന്ന് കുട്ടികളെയൊക്കെ കൊണ്ടുപോയി കാണിക്കാവുന്നതാണ്. ഇങ്ങനെയും ഇത്തരത്തിലുള്ള വ്യത്യസ്തമാർന്ന കന്നുകാലി ഇനങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് കൂടി പറയാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു നടത്തിപ്പും കാര്യങ്ങളൊക്കെ? കന്നുകാലി ഫാമുകൾ നിരവധിയിടങ്ങളിൽ നേരിട്ട് കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ വായിച്ചും കണ്ടും ഒക്കെ തന്നെ അറിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇത്രത്തോളം വ്യത്യസ്തങ്ങളായ ഇനങ്ങൾ 2 ഇടങ്ങളിലായി എണ്ണം കൊണ്ട് 600-ലേറെ കാലികൾ, ഇത്തരത്തിലൊരു ഫാം കേരളത്തിൽ മറ്റേതെങ്കിലും കോണിലുണ്ടോ എന്നുള്ളത് തന്നെ സംശയകരമാണ്. അജയ്കുമാർ വല്ലുവഴുത്തിൽ പ്രവാസി വ്യവസായിയാണ്. നാട്ടിലെ നല്ല കർഷകനും പൊതുപ്രവർത്തകനും മുൻപ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗവുമൊക്കെ തന്നെ ആയിരുന്ന ആളാണ്. പാടിയാട്ടിലൂടെ മാതൃഭൂമി ന്യൂസ് വാർത്തയിൽ 1-ലധികം തവണ അദ്ദേഹം ഇടം പിടിച്ചിട്ടുമുണ്ട്. ഈ ഫാമിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും ഊർജം പകർന്നത് കേന്ദ്ര സർക്കാരിൻ്റെ സമീപകാലത്ത് ലഭ്യമായ പദ്ധതിയുടെ സാമ്പത്തിക സഹായം അടക്കമുള്ളവയാണ്. ഈ ഫാം ഒരു അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതായത് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റിലേക്ക്, അതിൻ്റെ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണ്. സമീപ ഭാവിയിൽ തന്നെ 3-4 മാസത്തിനുള്ളിൽ അത്തരത്തിലൊരു പ്രൊഡക്റ്റിൻ്റെ നീണ്ട നിര തന്നെ ഈ സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. അങ്ങനെ നിരവധി ആളുകൾക്ക്, മേഖലയിലുള്ളവർക്ക് തൊഴിലവസരത്തിനുള്ള വലിയ സാധ്യത കൂടി തുറന്നിടുകയാണ് ഈ ഫാമും അനുബന്ധ പ്രവർത്തനങ്ങളും. ശരിയാണ്, അതുപോലെ കൂടി നടക്കട്ടെ. പറഞ്ഞ ഉടമയുടെ പ്രതികരണമുണ്ട്. ഓർഗാനിക് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ വിപണിയിൽ എത്തിക്കാൻ അങ്ങനെ കൂടി ആ ഫാം വളരേണ്ടത് എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. കാരണം ഇത്തരത്തിൽ അദ്ദേഹം പറഞ്ഞ പോലെ നമ്മുടെ പഴയതിനെ ചേർത്ത് പിടിക്കുകയും അത് പുതിയ നിലയിൽ അതിനെ അവതരിപ്പിക്കാനും കഴിയുന്ന ആളുകളുണ്ട് എന്നത് വളരെ ആശ്വാസവും സന്തോഷവും ഉള്ള ഒരു കാര്യമാണ്.